ഞാനിങ്ങനെ കൊതുകടിക്കുന്നത് ഞാനിങ്ങനെ കറങ്ങി പറമ്പിലിങ്ങനെ കറങ്ങി. ഇതെപ്പോൾ വീണതാണെന്നൊന്നും അറിയില്ല. ഇവിടെ എല്ലാം വെള്ളമാണ്. ഫോൺ വെക്കാനും കൂടി ഒരു സ്ഥലമില്ല. ഇതെപ്പോൾ വീണതാണെന്നും അറിയില്ല. അപ്പം എൻ്റെ മനസ്സിലൊരാഗ്രഹം എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? ഇവിടെ ഇവിടെ ആരും ഇല്ല, എന്നാലും ആ ഇല്ലവരും തിന്നൂല. ആരെങ്കിലും പാവം ചക്ക. ഇതെപ്പോൾ വീണതാന്നൊന്നും ഞാൻ അറിയില്ല കേട്ടോ. ഈ ഒരുപാട് ചക്ക അവിടെ വീണ് കിടക്കുന്നു. എൻ്റെ അമ്മേ, അയ്യോ, തേൻ എപ്പോ വീണതാന്ന്. ഒരു വെള്ളമെല്ലാം കുടിച്ചിട്ടുണ്ട്, എന്നാലും ഒരു ഒറിജിനാലിറ്റി, ഒരു ഭയങ്കര ഒറിജിനാലിറ്റി. ഇതന്നെ മനുഷ്യന് എന്താണ് ഭ്രാന്താക്കുന്ന പ്രകൃതി വിഭവങ്ങൾ. ഞാൻ ചുള എടുത്തിട്ട് കാണിച്ചു തരാം. എനിക്ക് താഴെയൊന്നും വെക്കാൻ പറ്റില്ല, ഇവിടെ എല്ലാം ചളിയും വെള്ളം. ഫോണിന് ഒരു മിനിറ്റ്, ഞാൻ പൊളിക്കുന്നത് കണ്ടിട്ട് ഗൾഫുകാർക്ക് ഇത് വരട്ടെ. ഇപ്പോഴാണ് ഒരു അരങ്ങായതല്ലേ. ഇതെപ്പോൾ വീണതാന്നറിയില്ല. ചാവൂന്നറിയില്ല. കൊത്തിയ ചക്ക തിന്ന്, ഇനി കൊത്തിയതൊന്നും എവിടെയും കാണുന്നില്ല. കൊത്തിയ ചക്ക തിന്ന് കിളവി മരണപ്പെട്ടു. ഓ മൈ ഗോഡ്. ചക്കപ്പാക്കും ഞാൻ ഇന്ന് ഉറപ്പ്. ഇപ്പം പോയിട്ട് കുറുക്കൂട്ടീൻ്റെ ഇല കൊണ്ടിട്ടെ. സന്ധ്യക്ക് മുന്നേ പറിച്ചു വെച്ചില്ലെങ്കിൽ വല്ല ഇഴജന്തുവും വന്നാൽ നമ്മൾ കൊതു 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 അറിയില്ല. എൻ്റെ അമ്മേ, മഴയായിട്ട് ഇതെല്ലാം തീരാനായ സമയത്ത് ഞാൻ ശരിക്കും എന്തിനാ പോയെന്നറിയോ? ചക്കക്ക് പച്ച ചക്ക ഒന്ന് കൊതുക് പച്ച ചക്ക ഒന്ന് ഉപ്പേരി വെക്കാം. വൈകുന്നേരം വെറുതെ ഒരു പച്ചച്ചക്ക വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അടിഭാഗം ലേശം അവിടെ ചീഞ്ഞിട്ടുണ്ട്. നീ അവിടെ നിൽക്കേട്ടാ. ഇനി നമുക്ക് ഇവൻ ഈ ഭാഗം എടുക്കാം. അതാ ഇങ്ങനെ ഈ ബ്ലാക്ക് കാണുന്നതിന് വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ അത് പറിക്കാനുണ്ട്, വീഴാനുണ്ട് ഇഷ്ടം പോലെ. മണ്ണായത് ഞാൻ ഇതിൽ തന്നെ വേറൊരു ഭാഗത്ത് വരച്ചെടുക്കുവാന്നേ. എനിക്ക് തിന്നാൻ ധാരാളമുണ്ട്. അമ്മ എന്തല്ലോ പറയും, പല്ല് അങ്ങനെയല്ലോ ഓരോ പ്രശ്നം പറയും. പിന്നെ മോനൊന്നും മൈൻഡാക്കൂല. ഇഷ്ടം പോലെ തേങ്ങയുണ്ട്, വെല്ലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കൊണ്ടുവന്നത്. അത് മുന്നിൽ തന്നെയുണ്ട് കട. എന്നാ തോന്നുന്നു അതൊക്കെ ചെയ്തിട്ട് ചത്താന്തേന്ന് നമുക്ക് തോന്നുന്നത് ചെയ്തിട്ട് ഉമ്മേ മരിച്ചാലും കുഴപ്പമില്ല. ഇത് മതിയെന്ന് തോന്നുന്നു. അങ്ങനെ എന്താ ചെയ്യ. എൻ്റെ അമ്മേ, ഞാൻ ഇനി ഇതെന്നാ ചെയ്യുന്നറിയാം. പ്രകൃതി ഇങ്ങനെ കനിഞ്ഞതല്ലേ ഇതെല്ലാം. പിന്നെ ഞാൻ ഇതെന്നാ ഇനി ചെയ്യാന്നറിയാം. ഇതെപ്പോൾ വീണതാന്ന് എൻ്റെ മനസ്സിൽ പിന്നെയും ഉണ്ട്. പോട്ട്
പിന്നെ ഇനി ഞാൻ ഇതിൻ്റെ പഴല്ലേ, ചില നാട്ടിൽ കൂഴ, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതേപോലെ കുരു കളയും. കുരു കഴിഞ്ഞിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കും. ഒരു തുള്ളി വെള്ളം വേണ്ടേ, ഒരു തുള്ളി അരക്കും. ഈ ചക്ക കിട്ടിയ ഉടനെ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി അടിയിട്ടിട്ടുണ്ട്, എടാ വെള്ളത്തിലിട്ടിട്ടുണ്ട്. മതി, വെള്ളത്തിലിട്ടിട്ടുണ്ട്. പേസ്റ്റിലിട്ട് ഞാനാ ഈച്ചകളുടെ പ്രളയം. അപ്പം ഇനി ഇത് കുരു കളഞ്ഞിട്ട് വെറുതെ മിക്സിയിലിട്ട് അരക്കും. അരച്ച് അതിൽ പച്ചരി ചെറിയൊരു തരിതരിപ്പ്, പുട്ടിനെക്കാട്ടിയും കുറച്ചും കൂടി വേണം, അധികം ഇങ്ങനെ ഹലുവ പോലെ ആയിക്കൂടാ, ചെറിയൊരു തരിതരിപ്പോടുകൂടി അതും അരച്ചെടുക്കും. ഇതിൽ ഈ പച്ചരി അരക്കാൻ ഞാൻ കൂട്ടുന്നത് വെല്ലം ശർക്കര ഉരുക്കിയതായിരിക്കും. വെള്ളത്തിന് പകരം ശർക്കര ഉരുക്കി അതും വെച്ച് ഇതരക്കും. അരക്കും. അരച്ചിട്ട് പിന്നെ ജാതിയ നല്ലത്, ജാതി തേക്ക് അതില്ല, എൻ്റെ അമ്മ കൊതു, അതിന് അതില്ല. അതിന് പകരം ഇതെടുക്കും, കുറുക്കൂട്ടി എന്ന് പറയും നമ്മളെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും? അത്. എന്തു കൊതു, വീഡിയോ എടുക്കാനാവാത്ത വിധത്തിൽ കൊതു അടിക്കണേ. അപ്പോൾ വീഡിയോ ഒന്നും വേണ്ട, പോയേക്കാം. എൻ്റെ അമ്മേ. അപ്പോൾ ഇനി കൈയൊക്കെ വെളിച്ചെണ്ണയാണെങ്കിൽ പാക്കറ്റായില്ലേ ദൈവേ, അതെല്ലാം ബോട്ടിലാക്കി കൈക്കാക്കി. എൻ്റെ അമ്മേ. പിന്നെ കഴുകിയിട്ട് എൻ്റെ അമ്മ, എന്തു കൊതൂ, ഇതിൻ്റെ പണി നോക്കണം. ധൈര്യത്ത് കഴിക്കാല്ലേ ഒരു നമ്പൂരിശങ്ക, കാരണം മുന്നിന്ന് വീണതല്ല. മുന്നിന്ന് വീണതാണെങ്കിൽ ഞാൻ അപ്പം പോയിട്ട് എൻ്റെ ആവശ്യത്തിന് കുറച്ച് എടുക്കലാണ്. ഇതെൻ്റെ മുന്നിന്ന് വീണതല്ല. നിറച്ച് പാമ്പും മൂർഖനും മണ്ടലിയും ഉള്ള സ്ഥലമാണ്. ഒരുപാട് ചക്ക സൈഡിലൊക്കെ വീണ് കിടക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു സേഫായിട്ടാണ് കണ്ടത്. അല്ലെങ്കിൽ ചക്കയെല്ലാം പാമ്പ് തിന്നോ അറിയില്ല. അപ്പം ഞാൻ ഇതൊന്ന് കൊണ്ടുപോയിട്ട് റെഡിയാക്കട്ടെ.